പ്രത്യേകിച്ച് മുസ്ലിംസിൻ്റെ ഇടയിൽ, ഞാനൊരു മുസ്ലിമാണ് എന്നാലും തുറന്ന് പറയാണ്ട് വയ്യ, ഒരു പ്രസവം കഴിയുമ്പോഴത്തേക്ക് ആ സ്ത്രീയുടെ കഥ പിന്നെ എടുക്കാനില്ല. 6 നേരം ചോറുണ്ണണം, ഒരു ആടിനെ മുഴുവൻ കഴിക്കണം, ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം കംപ്ലീറ്റ് മലർന്നടങ്ങി കിടക്കുന്ന നേച്ചറാണ് നമ്മുടെ പ്രസവരക്ഷയിൽ കാണുന്നത്. അതല്ല വേണ്ടത്. അപ്പം നമ്മുടെ ആരോഗ്യം നമ്മൾ ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മിത്തുകൾ എല്ലാത്തിനും ഒഴിവാക്കുക. എന്നിട്ട് കറക്റ്റായിട്ടുള്ള ഭക്ഷണം. ഇപ്പം ഒരു പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീക്ക് മുലപ്പാലുണ്ടാവണം, ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, ഇതിനൊക്കെ അത്യാവശ്യം ഭക്ഷണം വേണം. പക്ഷേ അത് വേണ്ടത് വെറും അരിഭക്ഷണം മാത്രം കഴിക്കല്ല. നമ്മൾ കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ്, നന്നായിട്ട് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യണം, ഇലക്കറികൾ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അരിഭക്ഷണം വേണം വേണ്ടെന്നല്ല, പക്ഷേ അത് നോർമലി നമ്മൾ 3 നേരം കഴിക്കുന്നതിലേക്ക് ലിമിറ്റ് ചെയ്യാം. അതുപോലെ എണ്ണയും നെയ്യും കണ്ടമാനം ഉപയോഗിക്കുന്ന ശീലം നമ്മളെ വീടുകളിലൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കിയിട്ട് ആവശ്യത്തിന് നമ്മൾ നോർമലി ഫുഡിൽ ചെയ്യുന്ന അത്രയും മതി നമുക്ക് എണ്ണയും നെയ്യും, അത് ഉപയോഗിക്കുക. പിന്നെ എക്സസൈസ്. നമ്മളെ കേരളം അല്ലെങ്കിൽ നമ്മളെ മലപ്പുറം, പ്രത്യേകിച്ച് മുസ്ലിംസിൻ്റെ ഇടയിൽ, ഞാനൊരു മുസ്ലിമാണ് എന്നാലും തുറന്ന് പറയാണ്ട് വയ്യ, നമ്മളെ മുസ്ലിംസിൻ്റെ ഇടയിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 വരെ പ്രസവ കാലാവധിയാണ്. ഈ 3 മാസം അല്ലെങ്കിൽ 90 വരെ മുലപ്പാലുണ്ടാവാൻ എന്നൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇത്രയും ഫുഡ് കഴിക്കലും അത്രയും റെസ്റ്റ് എടുക്കലും ആകുമ്പോഴത്തേക്ക് ഒരു പ്രസവം കഴിയുമ്പോഴത്തേക്ക് ആ സ്ത്രീയുടെ കഥ പിന്നെ എടുക്കാനില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടത് കറക്റ്റായിട്ടുള്ള എക്സസൈസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഭക്ഷണ രീതിൻ്റെ കൂടെ കറക്റ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യുക. ഇപ്പം കംപ്ലീറ്റ് മലർന്നടങ്ങി കിടക്കുന്ന നേച്ചറാണ് നമ്മുടെ പ്രസവരക്ഷയിൽ കാണുന്നത്. അതല്ല വേണ്ടത്. നമ്മൾ ആദ്യത്തെ 2 ആഴ്ച, 2 മുതൽ 4 ആഴ്ച, 1 മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ എക്സസൈസുകൾക്ക് കുറച്ച് പാറ്റേൺ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 2 ആഴ്ചേൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് വെറുതെ കിടക്കല്ല, കുറച്ച് ആ കിടക്കുന്ന സമയത്ത് മൈൽഡായിട്ട്, മീൻസ് പറഞ്ഞാൽ നമ്മൾക്ക് കീഗൽസ് എക്സസൈസ് എന്ന് പറയും. നമ്മൾ മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ പിടിച്ചു വയ്ക്കുക, പിന്നെ അങ്ങ് വിടുക. ആ ഒരു ടൈപ്പ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ്, അടിഭാഗത്തുള്ള മസിൽസ് സ്ട്രോങ് ആക്കാൻ ആ സമയത്ത് തന്നെ ചെയ്ത് തുടങ്ങണം. അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. നന്നായിട്ട് ഓക്സിജൻ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും ശരീരത്തിലുള്ളത്. അതുപോലെ വയറിൻ്റെ മസിൽസിന് ഉള്ളിലേക്ക് ടൈറ്റായി പിടിക്കുക. ഇതൊക്കെ റെസ്റ്റിൽ കിടന്നുകൊണ്ട് തന്നെ പ്രസവിച്ച് കിടക്കുന്ന ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഫുഡും കൺട്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസവത്തിന് മുന്നേ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആരോഗ്യത്തോടെയും ശരീരത്തിൻ്റെ ഷേപ്പോടുകൂടെ നമുക്ക് നിലനിന്ന് പോകാൻ കഴിയും. ആ രൂപത്തിലേക്ക് നോക്കിയാൽ